ഇന്ന് മഴ ശക്തമായി തന്നെ തുടരാനുള്ള സാധ്യതയാണ്. കാസർഗോഡ്, കണ്ണൂർ ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇന്ന്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. മഴ കനക്കുന്നതിനാൽ മലയോര മേഖലയിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഇന്നിപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം? ജിൽസി സേഫു, 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. കാസർഗോഡും കണ്ണൂരും ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തുടരുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് വരും മണിക്കൂറിലുള്ളത്. അതുപോലെ തന്നെ അറബിക്കടലിൽ മറ്റൊരു ഉയർന്ന ലെവലിൽ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതും ന്യൂനമർദ്ദമാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മറ്റൊരു ചക്രവാത ചുഴി കൂടി ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിലുണ്ട്. അത്തരത്തിൽ ഈ 2 അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യത. ഈ 2 അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ട് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ശക്തമായ മഴയ്ക്കൊപ്പം 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മഴയും കാറ്റും ഒക്കെ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ തന്നെ ഇടിമിന്നലിനുള്ള ഒരു സാധ്യതാ പ്രവചനം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി പെയ്യുന്ന മഴയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെറിയ സമയം കൊണ്ട് തന്നെ കൂടുതൽ അളവിൽ വെള്ളം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴ കൂടുതൽ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടിനും മലവെള്ളപ്പാച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാനത്തിന് നൽകുന്നത്. കൂടാതെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ്. മലയോര മേഖലയിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണം. മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിലേക്ക് പോകാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ വിവിധ ഡാമുകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. ഡാമുകൾക്കരികിലും നദികൾക്കരികിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. അങ്ങനെ തുലാവർഷം കടുക്കും, ജാഗ്രത വേണമെന്നാണ് സനിസ പറയുന്നത്. അതെ, അപ്പോൾ ജാഗ്രത പാലിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത തന്നെ പ്രവചിക്കപ്പെടുന്നു.